ആ കളിച്ചതേ കണ്ടില്ലേ, ഇവരൊക്കെ വന്ന കണ്ടില്ലേ? കളിച്ച് ജയിച്ചിട്ടാ വന്നിട്ട് ടച്ചാ. ഓക്കെ. ആ അച്ഛനെ കാണാൻ വേണ്ടിട്ട് എനിക്ക് മുട്ടി നിക്കായിരുന്നു. ഇതാണ് എന്റെ അച്ഛൻ. കണ്ടില്ല? ഹലോ, സോറി ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സോറിട്ടാ, എല്ലാരും വെയിറ്റ് ചെയ്ത്. ഓക്കെ, താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഒരു സെക്കൻഡ്, ആരാ? അപ്പോ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? താങ്ക് യു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. എല്ലാവരും എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ കാല് കുത്തിയ അപ്പം മുതൽ തുടങ്ങിയതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം. എനിക്ക് എല്ലാവരും സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് അമ്മമാർ എന്നെ സ്നേഹിക്കുന്നു, ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നു. ഇത് മതി എനിക്ക്. ഈ 7 ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും ആക്കാൻ പറ്റിയല്ലോ അല്ലെ? അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഞാനൊരു ചൊറിയനല്ല. ഞാന് ഒരു സാധാരണ CN വിശ്വനാഥന്റെയും ഗിരിജാകുമാരിയുടെയും സാധാരണ ഒരു ഇതിലെ 3ാമത്തെ മകനാണ്, മൂത്ത ചേട്ടനാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവരും സ്നേഹം എനിക്ക് എപ്പോഴും വേണം, എന്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ. പിന്നെ ചേട്ടനെ കുറിച്ച് മൊത്തം പറഞ്ഞപ്പെട്ടില്ലേ, പാവമാണ്, എല്ലാവർക്കും സഹായി, അങ്ങനെ ഒരാളായിട്ടാണ് രതീഷിനെ കുറിച്ച് നാട്ടുകാരെല്ലാം പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാ ഒരു ഫസ്റ്റ് ദിവസം തൊട്ട് ചൊറിയുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറിയത്? അതല്ല ഞാൻ പറയട്ടെ, ഇയാളുടെ പേരെന്താ? അജിത്ത്. ഏത് മീഡിയ? ഓക്കെ. അതായത് അജിത്ത് ഇപ്പൊ ഇവിടെ നിൽക്കല്ലേ? അജിത്ത് ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഏത് രീതിയിലാണ് അജിത്തിന് പെരുമാറേണ്ടത്? അതായത് ഇതൊരു ഗെയിമല്ല, ഇതൊരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയിൽ ഞാൻ പെരുമാറേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പെരുമാറണം. അതാണ് സംഭവം. അത് അജിത്ത് എന്നെ തേടി വന്ന ഒരാളാണ്. അപ്പോൾ നമ്മളിപ്പോൾ റിയാലിറ്റി നിൽക്കുക, അവിടെ ഒരു ഗെയിമിൽ നിൽക്കുകയാണ്. ഈ ഗെയിമിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. ഞാൻ പറയാറുള്ളത് എന്താ, എന്റെ ബേസ് ഞാൻ വളരെയധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഒരു എനർജി പവറിന് ഒരു കുറവില്ല. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? അപ്പോൾ ഞാൻ വളരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും സംസാരിച്ചിരിക്കുന്ന ആളാണ്. എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ കുടുംബം ഉണ്ട്. കണ്ടില്ലേ, ഷർട്ട് ഇടാതെ നിൽക്കുന്നില്ലേ പാവം എൻ്റെ അച്ഛൻ. ഞാൻ ഉമ്മ വെച്ചോട്ടെ, എൻ്റെ അച്ഛനാ ഞാനിപ്പോഴും കാണുന്നത്. എന്തൊക്കെയുണ്ട്? കളിച്ചതേ കണ്ടില്ലേ, ഇവരൊക്കെ വന്ന കണ്ടില്ലേ? കളിച്ച് ജയിച്ചിട്ടാ വന്നിട്ട് ടച്ചാ. ഓക്കെ. ആ അച്ഛനെ കാണാൻ വേണ്ടിട്ട് എനിക്ക് മുട്ടി നിക്കായിരുന്നു. ഇതാണ് എന്റെ അച്ഛൻ. കണ്ടില്ലേ? കയ്യിൽ വെച്ചോണ്ടിരിക്കുക അല്ലേ? അത് ഞാനാണ് നേരിട്ട് അച്ഛനെ വന്ന് കാണാന്ന് പറഞ്ഞത്. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞത്. ഇതെന്റെ അച്ഛനാണ്. പിന്നെ അമ്മേനെ കണ്ടില്ലേ? അമ്മ ഇതാണ് എന്റെ അമ്മ. ഓക്കെ. എന്റെ അമ്മ, ഇത് എന്റെ ചേട്ടൻ. ഹിറ്റായത് അമ്മു ചേച്ചി. പിന്നെ ഇത് എന്റെ 2ാമത്തെ മോളാണ് പാരു. അവൾക്ക് ഓർക്കുന്നുണ്ട്. മൂത്തവൾക്ക് പരീക്ഷയാണ്, അക്ഷര, അച്ചു. നിങ്ങളെല്ലാരും അച്ചുവിനെ എടുക്കാൻ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ കംപ്ലൈന്റ് വരും. ആകെ പ്രശ്നമാണ്. അവള് നാളെ പോലെ എന്നോട് ഭയങ്കര കംപ്ലൈന്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിത് പിടിക്കാനുള്ള അത് കാരണമാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.